നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം ക്രിസ്തുവിനോട് കൂടെയുള്ളതായ ജീവിതമാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പാപം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത്, ഭക്തൻ പാടുന്നതുപോലെ പാപ ഇമ്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്ത് ദൈവത്തിൻ്റെ ഇമ്പകരമായ സ്വർഗീയ ശബ്ദം കേട്ടുകൊണ്ട്, ആ പ്രിയനായ യേശുവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് പ്രിയനെ അനുഗമിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. തൻ്റെ മഹിമോദയ ദിവസത്തിൽ, തൻ്റെ മഹത്വം കുതിക്കുന്നതായ ആ സ്വർഗീയ ദിവസം, അന്ന് നമുക്ക് ജീവനുള്ള ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ, പാരിലാരും പാടിടാത്ത പാട്ട് നമുക്ക് പാടണം എന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ പരിപാവനമായ പാപം കൂടാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാക്കി തീർക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവമുഖം കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇടയായി തീരുന്നതാണ് ഭാഗ്യകരമായ ജീവിതം. ദാവീദ് 27 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന നിങ്കൽ നിന്ന കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ദാവീദ് പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയും. ദൈവത്തിൽ നിന്ന് ഒരു കൽപ്പന തനിക്ക് ലഭിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം എന്താണെന്ന് മനസ്സിലായി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുക. ദൈവത്തോടുള്ള സഹിത്വത്തിലും വിശുദ്ധിയിലും ഏകാഗ്രതയിലും ജീവിക്കാൻ ഇടയായി തീരുക. കർത്താവേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. 30 സങ്കീർത്തനം 7 വാക്യം ദാവീദ് വീണ്ടും പറയുന്നുണ്ട്: നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ, ധൂളി നിന്നെ സ്തുതിക്കുമോ എന്ന്. ദൈവമുഖം മറഞ്ഞു പോകുന്നതാണ് ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ ദുരിതം. ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ഭയാനകമായ ദുരന്തം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് ദൈവമുഖം മറഞ്ഞു പോകുന്നത്? യെശയ്യാ പ്രവാചകൻ 59 അധ്യായം ആദ്യ വാക്യത്തിൽ പറയും: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളുടെ ദൈവത്തിൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ദൈവമുഖം മറഞ്ഞു പോകുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിലെ പാപം. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്: കർത്താവേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം അനേകമായ പാപങ്ങൾ വന്നു. ഒരു കാലത്തും ക്ഷമിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത അനേക പാപങ്ങളാണ് വന്നത്. ദാവീദ് കൊലപാതകം ചെയ്തു. ദാവീദ് ഊരിയാവ് എന്ന വ്യക്തിയെ കൊല്ലുവാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ആസൂത്രിതമായി ചെയ്തു. അത് അറിയാതെ സംഭവിച്ച കാര്യമല്ല, മനഃപൂർവ്വം പാപം ചെയ്യുകയായിരുന്നു. ആര്? ദാവീദ്. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. ദാവീദ് മദ്യപിച്ചു. മറ്റുള്ളവർക്ക് മദ്യം വിളമ്പിക്കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കൊലപാതകം ചെയ്യുന്നു. എത്ര വൃത്തിഹീനമായ ജീവിതമാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോന്നത്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഭ്രമിച്ചു പോയപ്പോൾ, ഭയപ്പെട്ടു പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ദൈവത്തിൻ്റെ മുഖം തന്നിൽ നിന്ന് മറഞ്ഞുപോയി. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപക്ഷെ ക്രൂരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വരുമ്പോൾ ദൈവമുഖം മറഞ്ഞു പോകുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു. നമുക്കറിയാമല്ലോ, അന്ന് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. എന്ത് സംഭവിച്ചു? അവൻ ഭയപ്പെട്ടു, അവൻ ഒളിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയി. ദാവീദും പറയുകയാണ്: നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന് കാരണം എന്താണ്? ജീവിതത്തിൽ വരുന്നതായ അനേക ദുരിതങ്ങളും കഷ്ടതയും യാതനയുടെയും കാര്യം എന്താണ്? ദൈവ സാന്നിധ്യം മാറിപ്പോകുന്നു. ദാവീദ്
വീണ്ടും ദൈവസന്നിധിയിലെ സങ്കടത്തോടെ പറയുകയാണ്, കർത്താവേ, നീ നിന്റെ മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും സങ്കടവും മറന്നു കളയുന്നതും എന്ത്? ദാവീദ് ദൈവസന്നിധിയിൽ അടുത്തേക്ക് വരികയാണ്. മനസ്സിലായി തെറ്റുകൾ പറ്റിയെന്ന്. ഒരു അനുതാപമുള്ള ഹൃദയം ദാവീദിന് ലഭിച്ചു. ദൈവമക്കളെ, നമുക്ക് ഒരു അനുതാപമുള്ള ഹൃദയം ലഭിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ സ്വന്തം പാപത്തെ ഓർത്ത് അനുദപിച്ചുകൊണ്ട്, എൻ്റെ കർത്താവെ, തെറ്റുകൾ, അനേക പാപങ്ങൾ സംഭവിച്ചു പോയല്ലോ, യേശുവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഇനി അത് വരികയില്ല, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി ആരെല്ലാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്? ദാവീദ് വീണ്ടും പ്രാർത്ഥിച്ചു, നീ എത്രത്തോളം നിന്റെ മുഖത്തെ കാണാതെ വണ്ണം മറയ്ക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമുഖം മറഞ്ഞു പോകുന്നു. ദാവീദിന് കൃപയാൽ ഭാഗ്യം കിട്ടി. അനുതാപമുള്ള, മാനസാന്തരമുള്ള ഒരു ഹൃദയം ദാവീദിന് കിട്ടി. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ മുഖം, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ എന്നും. 32-ാം സങ്കീർത്തനം നമുക്കറിയാം, അത് അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിൽ ഈ സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 6-ാം സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 38-ാമത്തെ സങ്കീർത്തനം, അതുപോലെ 130-ാമത്തെ സങ്കീർത്തനം, 142-ാം സങ്കീർത്തനം, ഇതെല്ലാം അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ വരുമ്പോൾ, മനസ്സ് വാടിപ്പോകുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, അനേക പ്രതിസന്ധികളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, ഈ അനുതാപത്തിൻ്റെ സങ്കീർത്തനവുമായി ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹൃദയത്തിൽ വലിയൊരു ശാന്തി, വലിയൊരു സമാധാനം, ദൈവികമായ സ്വസ്ഥത, ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവമുഖത്തേക്ക് എപ്പോഴും നോക്കിയ ഒരു ജീവിതം. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ വീണ്ടും പറയുകയുണ്ടായി, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് യഹോവ അവനെ വിടുവിച്ചു എന്നും. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ നിന്ന് മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം തരുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രകാശപൂരിതമായ, സന്തോഷപൂരിതമായ ഒരു ജീവിതം നയിക്കുവാൻ, സമാധാനമുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നു. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വീണ്ടും പറയുകയാണ്, അതിൻ്റെ 4-ാം വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ വലിയൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. പാപം വന്നു, ശരിയാണ്, ജീവിതത്തിൽ വീഴ്ചകൾ വന്നു, ശരിയാണ്, എന്നാൽ അതിനോടെല്ലാം യാത്ര പറഞ്ഞ്, ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, എൻ്റെ പാപം അതികഠോരമായിരിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് വന്ന ദൈവവേദൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക, ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആശ്ചര്യകരമായ സൗന്ദര്യം ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്നതായ ശാന്തത, എന്തു വലിയ സമാധാനം. കർത്താവ് അതുകൊണ്ട് പറയുകയുണ്ടായി, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ ഉള്ളതല്ല. ദൈവീകമായ സമാധാനം, ദൈവീകമായ സന്തോഷം. ദൈവമക്കളെ, നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഹൃദയത്തിൽ ഒരു അല്ലലില്ലാത്ത ജീവിതം, ഒരു ആകുലമില്ലാത്ത ജീവിതം, സമാധാനപൂരിതമായ സന്തോഷനിർഭരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കർത്താവ് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവമുഖത്തേക്ക് ഏകാഗ്രതയോടെ കണ്ണുകൾ അടച്ചുകൊണ്ട്, ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട്, കർത്താവേ, അവിടെ നിന്നോട് സംസാരിക്കണമേ, അവിടെ നിൻ്റെ ഹൃദയത്തോട് വാദിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞതായ എൻ്റെ പാപങ്ങൾ കർത്താവേ എനിക്ക് വെളിവാക്കി തരണമേ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ആ പാപിനിയായ സ്ത്രീ അവൾ കണ്ണുനീരുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദപീഠം കഴുകി, തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദപീഠം അവൾ തുടച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ തുരുതുര ക്രിസ്തുവിൻ്റെ പാദപീഠം ചുംബിച്ചുകൊണ്ട് പാദപീഠത്തിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്,
നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം കർത്താവ് കഴുകിക്കളയുന്നു, എല്ലാം കർത്താവ് നന്മയ്ക്കാക്കി തീർക്കുന്നു. ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാൻ കർത്താവ് ഭാഗ്യം തരുന്നു. ദാവീദ് സന്തോഷത്തോടെ പറയുകയാണ്, കർത്താവേ, അതുകൊണ്ട് എനിക്ക് ഇനിയുള്ള ആയുഷ്കാലം മുഴുവനും എനിക്ക് നിന്നോട് കൂടെ ജീവിക്കണം, നിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് ജീവിക്കണം. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തുമെന്ന്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമോ, ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കണമോ, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിൽ നിന്നായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതകരമായി കർത്താവ് നടത്തുകയാണ്. 16-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം വലത്തേക്ക് നോക്കുമ്പോൾ ദാവീദ് 139-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്നും. എവിടെ നോക്കിയാലും ദൈവ സാന്നിധ്യം. ഓഫീസിലായിരിക്കുമ്പോൾ, കൃഷിസ്ഥലത്ത്, അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ, സ്കൂളിൽ, കോളേജിൽ, എവിടെയായിരുന്നാലും ജീവിതത്തിൻ്റെ ഏതൊരു കോണിൽ നോക്കിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടയായി തീരുക. ഒരു പ്രശ്നം വരുന്നു, ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് വരുന്നു, അപ്പോൾ മറ്റുള്ള മനുഷ്യരിലേക്കല്ല, ഏതെങ്കിലും വ്യക്തികളിലേക്കല്ല നാം നോക്കേണ്ടത്. നമ്മുടെ കൂട്ടായ്മയുടെ ആപ്തവാക്യം എന്താണ്? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ വലിയൊരു സമാധാനം ലഭിക്കുന്നതായ ശാന്തി, ലഭിക്കുന്നതായ വലിയൊരു സ്വസ്ഥത, അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നു. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം എങ്ങനെയാണ്? അങ്ങനെ ജീവിക്കുമ്പോൾ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരുമെന്ന്. ജീവന്റെ വഴി. 17-ാം സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു. 15-ാം വാക്യം ഇങ്ങനെ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവമുഖം ദർശിക്കണമോ നമുക്ക് നീതീകരണം പ്രാപിക്കണം. നമുക്കറിയാം, ഈ ഭൂമിയിൽ ആരും നീതിമാന്മാരായിട്ടില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ പ്രിയരെ, എങ്ങനെയാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യ നീതീകരണം. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നാം വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രൂശിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നാം അറിയുമ്പോൾ, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം എങ്ങനെയാണ്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട മശിഹ തമ്പുരാനാണ്. കർത്താവ് പാപമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും പാപവും ശാപവും വഹിച്ചുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ആ നീതി, യേശുക്രിസ്തു ക്രൂശിൽ നേടിത്തന്ന രക്ഷ നാം വിശ്വാസത്താൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാപിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്നതായ ഭാഗ്യം. ദാവീദിന് അക്കാര്യം മനസ്സിലായി. ദൈവസന്നിധിയിൽ നിന്ന് ആ സാന്നിധ്യം മാറിപ്പോയി. ദൈവത്തിൻ്റെ കോപം തൻ്റെ മേൽ വന്നു. ദാവീദ് അതുകൊണ്ട് 30-ാം സങ്കീർത്തനത്തിൽ വീണ്ടും പറയുകയാണ്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതേ എന്ന്. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഉഷകാലമുണ്ട്, ഒരു ഉഷസ്സുണ്ട്. അതാണ് ദാവീദ് 17-ാം സങ്കീർത്തനം അവസാന വാക്യം പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഐ വിൽ അവേക്ക് ഇൻ ഹെവൻ ആൻഡ് ഐ വിൽ സീ ഹിം ഫേസ് ടു ഫേസ്. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കാണുമെന്നാണ് ദാവീദ് പറയുന്നത്. ആൻഡ് ഐ വിൽ ബി സാറ്റിസ്ഫൈഡ്. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി തരികയുള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ കിടക്കുന്നു, ഒരുപക്ഷെ രാത്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഞാൻ ഭൂമിയിൽ ഉറങ്ങുന്നു. എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ മരിച്ചു പോകുമോ ഉറക്കത്തിൽ? നമുക്കറിഞ്ഞുകൂടാ. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കാം. ഇന്ന് നാളെയോ നമുക്കറിഞ്ഞുകൂടാ. എന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും, മരണം വഴിയെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും, ഐ വിൽ സീ ഹിം ഫേസ് ടു ഫേസ്. ഞാൻ അവൻ്റെ മുഖത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ തൃപ്തനായ ദൈവത്തെ സ്തുതിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ, വിശുദ്ധന്മാർ, സിദ്ധന്മാരെ പിതാക്കന്മാർ ഇതെല്ലാം അനുഭവിക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ, യോബ് പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു,
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്തൊരു പ്രാഗൽഭ്യമാണ്! കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷം മുമ്പ് BC 2000 ജീവിച്ചതായ ആ വിശുദ്ധനായ ദൈവവചനം പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു ദിവ്യമായ ആ ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു. ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും ആ ക്രിസ്തു മരിച്ച് മൺമറഞ്ഞു പോകും ദൈവമല്ല എന്നും ആ യേശു എന്നെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നും ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമെന്നും അവൻ വീണ്ടും പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്ത് നല്ല ഉറപ്പാണ്, എന്ത് നല്ല വിശ്വാസമാണ്! അതുകൊണ്ട് യോബ് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നും. ദൈവമക്കളെ, എന്തൊരു പ്രത്യാശ നിർഭരമായ ജീവിതം! ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. എല്ലാം വിട്ട് ഞാനും നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പറക്കേണ്ടവരാണ്. ഈ ഭൂമിയിലെ ജീവിതകാലം കഴിഞ്ഞ് 2 ജീവിതമേ ഉള്ളൂ. ഒന്നുകിൽ നിത്യസ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. രണ്ടും നിത്യമാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതകാലത്താണ് ഞാനും നിങ്ങളും എവിടെ ചെല്ലണം എന്ന് തീരുമാനിക്കേണ്ടത്. യോബ് വീണ്ടും പറയുകയാണ്, യോബിന്റെ പുസ്തകം 39 അധ്യായം 27 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കഴുകനെ കുറിച്ച് പറയുകയാണ്. കഴുകൻ മേലോട്ട് പറക്കുന്നു, ഉയരത്തിൽ കൂടുണ്ടാക്കുന്നു, പാറയിൽ കുടിയേറി രാപാർക്കുന്നു, അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു എന്നും. 4 കാര്യങ്ങളാണ് അവിടെ യോബ് പറയുന്നത്. ഒന്ന്, കഴുകൻ മേലോട്ട് പറക്കുന്നു. അവൻ്റെ ലക്ഷ്യം ഉയരത്തിലേക്കാണ്. ഒരു ക്രൈസ്തവന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയായിരിക്കണം? മേലോട്ട് നോക്കിയുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. മേലോട്ട് പറന്നുള്ള ജീവിതം. ഈ ഭൂമിയിലൊന്നും തങ്ങി നിൽക്കുന്ന ജീവിതമല്ല. മാത്രവുമല്ല, ഉയരത്തിൽ കൂടുണ്ടാക്കുന്നു. ഈ ഭൂമിയെല്ലാം നമ്മുടെ വാസസ്ഥലം. ഒരു തൽക്കാല വാസസ്ഥലം നമുക്ക് ഈ ഭൂമിയിലുണ്ട്, ശരിയാണ്. എന്നാൽ എൻ്റെ വാസസ്ഥലം എവിടെയാണ്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗീയ വാസസ്ഥലം. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. പാറയിൽ കുടിയേറി ഈ കഴുകൻ രാപാർക്കും. പാറ നമുക്കറിയാം, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വസിക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. മാത്രവുമല്ല, അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് നോക്കുന്നു, ദൂരക്കാഴ്ച. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് 27-ാമത്തെ സങ്കീർത്തനം 13-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ജീവനുള്ളവരുടെ ദേശത്ത്. മരിച്ചവരുടെ ദേശമുണ്ട്, ജീവനുള്ളവരുടെ ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സ്തുതിയില്ലാത്ത ദേശം, ആരാധനയില്ലാത്ത ദേശം, ജീവനുള്ള ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുവാനോ ആരാധിക്കാനോ കഴിയാത്ത ദേശം, അത് മരണത്തിന്റെ ദേശമാണ്. കൂരിരുൾ താഴ്വരയുള്ള ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് ശരീരത്തോടെ ശരീരം വിട്ട് മൺമറഞ്ഞു പോയവരല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാവിൽ മരിച്ചു കിടക്കുന്നതായ ആളുകൾ, മരിച്ചവരുടെ ദേശം. ദൈവമക്കളെ, നാം ജീവനുള്ളവരുടെ ദേശത്ത് വസിക്കേണ്ടവരാണ്. അതിനുവേണ്ടി നോക്കിപ്പാർത്ത് ജീവിക്കേണ്ടവരാണ്. കർത്താവേ, ഇതിൻ്റെ 2-ാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. അങ്ങനെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമാണ് എൻ്റെ ജീവിതം. എന്ത് കഷ്ടമാണ്! ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ ഞാൻ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. രാജാതിരാജനായ ക്രിസ്തുവിനെ ഞാൻ കാണും. എനിക്ക് മുമ്പിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രാജ്യമുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത സ്വർഗ സൗഭാഗ്യം എനിക്ക് വേണ്ടി ജീവനുള്ള ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാനത് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാവീദ് വീണ്ടും പറയുകയാണ്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് എനിക്ക് ദൈവത്തിൻ്റെ നന്മ കാണും. ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണുമെന്നും. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാർ എല്ലാം അങ്ങനെയാണ് ജീവിച്ചത്. ഈ തലമുറയിലും നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ട് പറയുകയാണ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ. ഈ ഭൂമിയിലെ നന്മ മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വാസസ്ഥലം. അതുകൊണ്ടല്ലേ നോഹയെക്കുറിച്ച് ഇപ്രകാരം പൗലോസ്ലീഹ പറയുകയാണ്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു എന്ന്. കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, കാണാനിരിക്കുന്ന കാര്യമാണ്, പക്ഷേ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് എടുത്തു പറയുകയാണ്,
ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുമെന്നും. ഒരു ദിവസം നാം കണ്ണടയും, അപ്പോൾ മുഖാമുഖമായി രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ പൊന്നുമുഖം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖം കണ്ടുകൊണ്ട്, പാരിലാരും പാടിയിടാത്ത പാട്ട് പാടി ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം നമുക്കും ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ ആമോദത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം. എൻ്റെ കർത്താവിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ, അബ്രഹാം പിതാവ് നമുക്കറിയാം. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, നീ കാണിപ്പാൻ്റെ ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു. എങ്ങോട്ടാണ് അറിഞ്ഞുകൂടാ. എന്നാൽ അബ്രഹാം വിശ്വാസത്താൽ പുറപ്പെട്ടു. ദൈവമക്കളെ, ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് ക്രിസ്തീയ ജീവിതം. പ്രത്യാശയുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അബ്രഹാം പറയുകയാണ്, അബ്രഹാം തൻ്റെ വാഗ്ദത്തത്തിന് അവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തിനായി കാത്തിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്. ഈ ഭൂമിയിലെ നഗരം അടിസ്ഥാനമുള്ളതല്ല. അതുകൊണ്ട് നാം എന്താണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടത്? ഒന്ന്, ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കണം. നീതീകരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കണം. യേശു ക്രൂശിൽ നേടിത്തന്ന വീണ്ടെടുപ്പ് നാം ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. നമുക്കറിയാമല്ലോ, ആ ശിമിയോൻ, വൃദ്ധനായ ശിമിയോൻ യേശുവിനെ കൈകളിലേക്ക് വഹിച്ചുകൊണ്ട് ആ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന നാഥ ഇപ്പോൾ അവിടെ തന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. ഈ കാഴ്ച, ഈ രക്ഷകനെ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, എൻ്റെ ജീവിതകാലം മുഴുവനും, എൻ്റെ ആയുഷ്കാലം മുഴുവനും ഈ നന്മ, ജീവനുള്ള ദേശത്ത് എനിക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ എന്നെ അവിടുന്ന് ഒരുക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന. ഈ ഭൂമിയിൽ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, എന്നാൽ ഒരു ദിവസം മുഖാമുഖമായി കാണും. രാജാതിരാജൻ കർത്താവായ യേശുക്രിസ്തു വാനമേഘത്തേരിൽ മധ്യാകാശത്ത് എഴുന്നള്ളി വരുമ്പോൾ ഞാനും നിങ്ങളും നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽക്കുന്ന ആ വിശുദ്ധ ഗണത്തോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മെ ദൈവത്തിൽ അകറ്റുന്ന പാപങ്ങളെ നമുക്ക് ദൈവസ്ഥനിൽ ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. പുതിയൊരു സമർപ്പണം നമുക്ക് എടുക്കാം. കർത്താവേ, ഭാവിയായ എന്നോട് മനസ്സലിയണമേ. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകൻ അന്ന് ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് വിലപിക്കുന്നതായ പ്രാർത്ഥനയുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സൈന്യങ്ങളുടെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് ദൈവസന്നിധിയിൽ കിടന്ന് കരയുന്നതായ കാഴ്ച. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം അശുദ്ധിയുണ്ട്, എന്തെല്ലാം മൃഗീയ സ്വഭാവങ്ങളുണ്ട്. കർത്താവെ, അതിനോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ നാവിൽ മാത്രമല്ല, എൻ്റെ അധരങ്ങളിലും എൻ്റെ ചിന്തകളിലും എൻ്റെ മനോഭാവങ്ങളിലും എന്തെല്ലാം പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. കർത്താവെ, അശുദ്ധനും മഹാപാപിയുമായി എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കൊടിൽ കൊണ്ട് ആ സ്വർഗീയ യാഗപീഠത്തിലെ തീക്കട്ട ഓരോരുത്തരുടെയും അധരങ്ങളിലും ഓരോരുത്തരുടെയും നാവിലും കർത്താവ് പുരട്ടിത്തരികയാണ്. ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ തളിപ്പ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം തരട്ടെ. അതിനായ ജീവിതം ക്രിസ്തുവിന് കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം നല്ലവനായ ക്രിസ്തുവിന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വാസസ്ഥലം, ജീവനുള്ള ദേശത്ത് എനിക്ക് വസിപ്പാൻ തക്കവണ്ണം, എനിക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം പ്രാപിപ്പാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പാപത്തോട് യാത്ര പറയാം. ഇന്നു മുതൽ നാഥ, ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ട് ദൈവീകമായ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ എനിക്ക് ഭാഗ്യം തരണമേ. കർത്താവെ, അവിടുന്ന് ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരും യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പി, ചിലർ കുന്തം കൊണ്ട് കുത്തി, അനേകർ ചാട്ടവാർ അടിച്ചു. എന്നാൽ ഈ തലമുറ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാം, പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാനാണ് അതെല്ലാം ചെയ്തത്. ആ സമയം ദയനീയമെന്ന് നാം പാടുന്നുണ്ട് കർത്താവേ. എന്നാൽ ഞാനാണ് ആ പാതകി. കർത്താവേ, ഞാൻ ചെയ്ത കുറ്റപാടല്ലോ യേശുവിൻ്റെ ശരീരത്തിന് മേലായത്. കർത്താവേ, ഞാനാണല്ലോ അങ്ങയെ ക്രൂശിച്ചത്. കർത്താവേ, എൻ്റെ പാപമാണല്ലോ അവിടുന്ന് ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചുകൊണ്ട് കിടക്കുന്നത്. എൻ്റെ ദൈവമേ,
നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൽ കിടന്ന് എനിക്ക് വേണ്ടി കരഞ്ഞുവല്ലോ. നാഥാ, എൻ്റെ പാപം ക്ഷമിക്കണമേ. കർത്താവേ, എന്നെ കഴുകണമേ. യേശുവേ, എൻ്റെ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. എനിക്ക് പാപമോചനം തരണമേ. എനിക്ക് സൗഖ്യം തരണമേ. ജീവൻ പകരണമേ. നമുക്ക് ദൈവസന്നിധിയിൽ കേൾപ്പിച്ചു കൊടുക്കാം. നല്ലവനും കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് അടിയങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഭാഗ്യം തരണമേ. വചനം കേട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൃപയിൽ സൂക്ഷിക്കണമേ. അവിടുത്തെ മഹത്വ രാജ്യത്തിനായി ഒരുക്കണമേ. തിരുമുഖം ഞങ്ങൾക്ക് മറയ്ക്കരുതേ. അന്ത്യത്തോളം തിരു സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലുമാറാകണമേ. ആമീൻ.